വന്നപ്പോ ചോദിച്ചെന്താ 2 മിനിറ്റ് കൊണ്ട് മാറുമോന്ന്. ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? 2 മിനിറ്റ് പോലും എടുത്തോ? വൺസ് മോർ. കൈയോടെ കെട്ടിക്കേ. ഫ്രീ ആയിട്ട്. ഓക്കെ അല്ലേ? കംഫർട്ടല്ലേ? 25 വർഷത്തെ എക്സ്പീരിയൻസ്, അത് ചില്ലറ എക്സ്പീരിയൻസ് ഒന്നുമല്ല. നമുക്ക് 25 വർഷത്തെ സുജിത് കുമാർ മാധവൻ സാറിന്റെ ഒരു വലിയ ഒരു നേതൃത്വത്തിലാണ് നമ്മൾ ഇത്രയും ഒരു ഡോക്ടേഴ്സിന്റെ പാനൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ 25 വർഷം എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പൊ ഇവിടെ ഉള്ള ഡോക്ടേഴ്സ് ആരും മോശമല്ല. ഇവിടെ ഒരു സുഹൈലാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലാണ്. മനക്കൽ ആയുഷ് ആയുർവേദ ഹോസ്പിറ്റലാണ്. എൻ്റെ പെടലി സംബന്ധമായൊരു പ്രശ്നം കുറേ നാളുകൊണ്ട് അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആശുപത്രികളിൽ ചികിത്സയും ചെയ്തു. അത് മാറ്റാൻ പറ്റും എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് വന്നാൽ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ പേരെന്താ? എൻ്റെ പേര് ഡോക്ടർ ആരതി. ഡോക്ടറെ, ഇപ്പം എൻ്റെ ഷോൾഡർ പെടലി സംബന്ധമായ ഒരു പ്രശ്നം, ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ഒരു ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറുണ്ട്, പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ എന്തോ ട്രീറ്റ്മെന്റാണ് ചെയ്യുന്നത്? നമ്മളിവിടെ ആയുർവേദ മർമ്മ തെറാപ്പിയാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വരുന്നതാണ് കൂടുതൽ പേരും. അപ്പൊ നമ്മൾ അതിനൊരു പ്രതിവിധി എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ നമ്മള് ഈ ആയുർവേദ മർമ്മ ചികിത്സയുടെ കോമ്പിനേഷൻ കൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചില കേസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് പേഷ്യന്റിന്റെ കാലപ്പഴക്കം കാര്യങ്ങൾ ഇതെല്ലാം കൂടി നമ്മൾ നോക്കണം. അസുഖത്തിന്റെ പഴക്കം കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷെ മർമ്മം കൂടി ചേരുന്നുണ്ട്. മർമ്മത്തിന്റെ പ്രത്യേകത അറിയാലോ. മർമ്മ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് റിലീഫ് ആക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആയുർവേദ മർമ്മ തെറാപ്പിയും കൂടി ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. എങ്ങും ഇല്ലാത്ത എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും ഡോക്ടർമാർ ഇല്ലേ? ഇത്രയും ഡോക്ടർമാർ പാനൽ വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എടുത്തു പറയാനുള്ളത് 25 വർഷത്തെ എക്സ്പീരിയൻസ്, അത് ചില്ലറ എക്സ്പീരിയൻസ് ഒന്നുമല്ല. നമുക്ക് 25 വർഷത്തെ സുജിത് കുമാർ മാധവൻ സാറിന്റെ ഒരു വലിയ ഒരു നേതൃത്വത്തിലാണ് നമ്മൾ ഇത്രയും ഒരു ഡോക്ടേഴ്സിന്റെ പാനൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ 25 വർഷം എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പൊ ഇവിടെ ഉള്ള ഡോക്ടേഴ്സ് ആരും മോശമല്ല. നമ്മൾ വരുന്ന ഒരു പേഷ്യന്റിന് ഒരിക്കലും ഹോസ്പിറ്റൽ ഫീൽ എന്നുള്ള ഒരു ഇതാവരുത്. അവർക്ക് മൈൻഡുമായിട്ട് നമ്മളുമായിട്ടും ക്ലോസ് ആവാത്ത രീതിയിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും വലിയൊരു ഇത്. കാരണം അവരൊരു ഹോസ്പിറ്റലിൽ വന്നു, അയ്യോ അവരൊറ്റപ്പെട്ട് നിൽക്കുന്നു, അങ്ങനെ ഒരിക്കലും നമ്മൾ ആ ഒരു ഫീൽ നമ്മൾ കൊടുക്കില്ല. ഡോക്ടറെ മുഖത്തോട്ട് നോക്കിയാൽ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഡോക്ടർ അല്ലേ? ഒരു ഡോക്ടർ ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. ഡോക്ടർ എപ്പോഴും വിളിക്കുമ്പോൾ തന്നെ ഡോക്ടർ വെളിയിൽ വന്ന് നമ്മളെ വെൽക്കം ചെയ്തു അല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചില്ലേ 2 മിനിറ്റ് കൊണ്ട്. കാരണം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. എന്നാലും നമ്മളത് പറയുമെങ്കിലും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാ വെറുതെ ഒരു പറച്ചിലല്ലേ എന്നുള്ളത്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് സുഖയില്. അപ്പൊ നമുക്ക് അതിന് മെയിൻ ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹമാണ് ബിസ്മില്ല കടയ്ക്കല്. ഈ പറഞ്ഞ മർമ്മ ചികിത്സ, ഹിജാമ, ഇതിലൊക്കെ 20 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ആളാണ് അദ്ദേഹം. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അദ്ദേഹം ചെയ്തു കൊടുക്കുക മാത്രമല്ല, ഈ 20 വർഷക്കാലമായിട്ട് പലരെയും ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് വെല്ലാക്കി എടുത്തിട്ടുണ്ട് ഇദ്ദേഹം. എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ ധൈര്യമായിട്ട് ഇത് വെച്ച് തരാം. പോസ്റ്റർ കറക്റ്റ് അല്ല, അലൈൻമെന്റ് കറക്റ്റ് ആക്കണം. അലൈൻമെന്റ് കറക്റ്റ് ആക്കി അവിടെ ആ സ്വെല്ലിങ്ങിനും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇവിടെ പെയിനുണ്ടോ? ഈ ഭാഗത്താവും. മാല ഒന്ന് മാറ്റിയാൽ നല്ലതാണ്. അതാണോ പിടിക്കുന്നത് അല്ലേ? ഇങ്ങോട്ടുണ്ടോ? വരാറുണ്ട്. ഈ ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇവിടെ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ്. ഷോൾഡറിന് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് തരിപ്പോ അല്ലെങ്കിൽ മരവിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ് ഒന്നുമില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. ഫ്രീ ആയിട്ട് ബലം പിടിക്കുക കേട്ടോ. വായെന്ന് തുറന്നേ. രാവിലെ എന്തായിരുന്നു കഴിച്ചേ? ഒന്ന് കറക്കിക്കേ, ഒന്ന് അനക്കിക്കേ. ചുമ്മാ ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ട് ബി ഫ്രീ. ഫ്രീ ആവുന്നില്ല. എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു കയറും. ഓക്കെ ഓക്കെ ഓക്കെ. വൺസ് മോർ. കൈയോടെ കെട്ടിക്കേ.
ഫ്രീ ആയി. ഓക്കെ അല്ലേ? കംഫർട്ടല്ലേ? മാറിയില്ലെങ്കിലും മാറിയെന്നങ്ങ് പറഞ്ഞു വയ്ക്കുക, ബാക്കി നമുക്ക് മാറ്റാം. ഇല്ല, ഞാൻ കറക്റ്റ് സത്യസന്ധമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. ഓക്കെ. ഇതിനകത്ത് ആണ്ട മാറി ഉറപ്പായിട്ടും മാറി. 2 മിനിറ്റ് കൊണ്ട് മാറി. ഡോക്ടർ പറഞ്ഞു 2 മിനിറ്റ് കൊണ്ട് മാറ്റുമെന്ന് ഇല്ലേ? അപ്പം ഉസ്താദം പറഞ്ഞു 2 മിനിറ്റ് കൊണ്ട് മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. രണ്ടുപേരും ശ്രമിക്കാന്നേ പറഞ്ഞുള്ളൂ, മാറ്റാൻ ഉറപ്പ് കൊടുത്തില്ല. പക്ഷേ എന്റെ പ്രശ്നം 2 മിനിറ്റ് കൊണ്ട് മാറ്റി. മാജിക് വല്ലതാണോ? അല്ല, ആയുർവേദ മാജിക്കാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇവിടുത്തെ സ്ട്രക്ചറൽ അലൈൻമെന്റ്, സർവിക്കൽ വെർട്ടിബ്രസിന്റെ അലൈൻമെന്റ്സ് കറക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ തൊറാസിക് അലൈൻമെന്റ്സും ഷോൾഡർ അലൈൻമെന്റ്സും നമ്മൾ കറക്റ്റ് ചെയ്യാണ് അവിടെ ചെയ്തത്. അപ്പോൾ അവിടെ മൊത്തത്തിൽ ആ ഒരു സ്റ്റിഫ്നെസ് ഫ്രീ ആയി, വെയിൻസിലൂടെയുള്ള സർക്കുലേഷൻ കറക്റ്റായി. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഒരു ഗുഡ് ഫീല് നമുക്ക് കിട്ടുന്നത്. ഇനി സ്വാഭാവികമായിട്ട് കുറച്ച് നാളുകൊണ്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് അവിടെ കുറച്ച് സ്വെല്ലിങ് അവിടെ ഉണ്ട്. ആ സ്വെല്ലിങ്ങിൻ്റെയും കൂടെ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് അവസാനിക്കും. നമുക്ക് ടെന്നീസ് എൽബോ, അതുപോലെ തന്നെ ഇന്ന് IT മേഖലയിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മൊബൈൽ അധികം തോന്നുന്നവർക്കും വരുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പെയിൻ ഉണ്ടാകുന്നത് ഇത് നമുക്ക് 1 ടൈം കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒറ്റ തവണ കൊണ്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം 1 ടൈം ഒറ്റ തവണ കൊണ്ട് മാറ്റാൻ പറ്റുന്ന വേറെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്? നമുക്ക് ഒറ്റ തവണ ടെന്നീസ് എൽബോ മോസ്റ്റ്ലി ഇൻ 1 ടൈം ഒറ്റ തവണ മാറ്റാം. ഈ നടുവിന്റെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളോ? നടുവേദന പല തരമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മസിൽ സ്പാസം കൊണ്ടുള്ള നടുവേദന, അല്ലെങ്കിൽ സെല്ലിങ് കൊണ്ടുള്ള ഒരു നടുവേദന, ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള നടുവേദന, അല്ലെങ്കിൽ ലംബാർ സ്പൈനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ളത്, ഹിപ്പ് ജോയിൻസിലുണ്ടാകുന്ന പെൽവിക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ള നടുവേദന, പിന്നെ അതുപോലെ തന്നെ കിഡ്നി, യൂറിനറി ബ്ലാഡർ, ആൾസോ. ടെസ്റ്റൊക്കെ ചെയ്ത് നോക്ക്. കഴുത്ത് നേരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയില്ലേ? നമ്മൾ ആ പിടിച്ചപ്പോൾ ആ പെയിൻ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. സുഹേൽ ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല റിലീഫ് ഉണ്ട്, നല്ല വേദന മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. കാരണം ഇത് നമ്മള് വീഡിയോയ്ക്ക് വേണ്ടിട്ട് പറയുന്ന അവര് സാധാരണക്കാർ കാണുന്നതും കൂടിയാണ്. അപ്പൊ അവര് ശരിക്കും ഉള്ള ഒരു ഔട്ട്പുട്ട് ആണ്. കാരണം കുറവില്ലെങ്കിൽ കുറവില്ല എന്ന് തന്നെ പറഞ്ഞു. നമ്മള് ഒരാളെ ഒരിക്കലും ഇതിനകത്തോട്ട് വലിച്ചടിക്കരുത്, ഒരിക്കലും ഇല്ല. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. കാരണം എന്റെ പുറത്ത് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം നല്ല റിലീഫ് ഉണ്ട്, 100% റിലീഫ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. 2 പേരോടും താങ്ക് യു. നല്ല റിലീഫ് ഉണ്ട്. താങ്ക് യു.